ഹായ്, നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി. നമ്മുടെ പ്രിയപ്പെട്ടവരല്ല അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ പോലും നമ്മളത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പം മലയാള സിനിമയുടെ അത്ഭുത പ്രതിഭാസം മമ്മൂക്ക 28 വർഷത്തിന് ശേഷം വീണ്ടും ദേശീയ അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. മമ്മൂക്കയ്ക്ക് ആദ്യമായി ദേശീയ പുരസ്കാരം ലഭിച്ച സിനിമകൾ എന്ന് പറയുമ്പം 1989 വടക്കൻ വീരഗാഥ മതിലുകൾ എന്ന സിനിമയാണ്. വ്യത്യസ്ത കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് വടക്കൻ വീരഗാഥയിലെ ചന്തു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മമ്മൂക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. അതിനുശേഷം 1993 വിധേയൻ പൊന്തന്മാട എന്ന് പറയുന്ന അസാധ്യമായ കഥാപാത്രങ്ങൾക്ക് രൂപത്തിലും ശബ്ദത്തിലും എല്ലാം തന്നെ വ്യത്യസ്തത കൊണ്ടുവന്ന് അവാർഡ് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1998 നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയ ഡോക്ടർ അംബേദ്കറുടെ ജീവിത ചരിത്രം മുഴുവനായും അതേപടി അംബേദ്കറെ പോലെ തന്നെ രൂപത്തിലും ശബ്ദത്തിലും ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് വിസ്മയിപ്പിച്ച് ആ കഥാപാത്രത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. അതെല്ലാം നമ്മൾ എല്ലാവരും ആഘോഷിച്ചതാണ്. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ 28 വർഷത്തിന് ശേഷം മമ്മൂക്കയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളാണ്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ അതേ സ്ക്രീനിൽ തന്നെ ഭ്രമയുഗം എന്ന് പറയുന്ന ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിലൂടെ നമ്മളെ എല്ലാം അതിശയിപ്പിച്ചു. ആ അഭിനയ ചക്രവർത്തി, ആ പ്രതിഭാസം നമ്മളെ എല്ലാം വിസ്മയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ 28 വർഷത്തിന് ശേഷം ആ ഭ്രമയുഗം എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം മമ്മൂക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നു. മമ്മൂക്ക അഭിമാനമുണ്ട്. എല്ലാവിധ ആശംസകളും. പ്രത്യേകിച്ച് നമ്മളൊരു മിമിക്രി കലാകാരനായതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ ഡ്യൂപ്പായിട്ടൊക്കെ നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി. ഒരുപാട് കലാകാരന്മാർ മമ്മൂക്ക ഡ്യൂപ്പ് അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ മിമിക്രി രംഗത്ത് ശബ്ദവും രൂപവും ഒക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് കലാകാരന്മാർ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ ചലച്ചിത്ര പ്രേമികൾക്കും കലാപ്രേമികൾക്കും എല്ലാം മമ്മൂക്ക നമുക്കൊരു ആവേശമാണ്, ഊർജമാണ്, പ്രചോദനമാണ്. അതോടൊപ്പം തന്നെ ലാലേട്ടനും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. മമ്മൂക്കയെ പോലെ തന്നെ ലാലേട്ടനും നമ്മുടെ പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം മറ്റ് നടന്മാർക്കും മറ്റു ഭാഷയിലുള്ള സംസ്ഥാനങ്ങളിലുള്ള നടന്മാർക്കെല്ലാം അതൊരു പ്രചോദനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് പറയുന്ന ആ പ്രതിഭാസം 28 വർഷത്തിന് ശേഷം വീണ്ടും ദേശീയ പുരസ്കാരം കിട്ടിയതിൽ നമ്മളെല്ലാം ആഘോഷിക്കുകയാണ്. അപ്പം മാക്സിമം ഇത് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഓൾ ദി ബെസ്റ്റ്.